നമസ്കാരം. നിരവധി പരാതികളും വിവാദങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കി. ബി ഉണ്ണികൃഷ്ണൻ സമിതിയിൽ തുടരും. നവംബറിൽ കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് തീരുമാനം. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിനാകും നടത്തിപ്പ് ചുമതല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നയരൂപീകരണത്തിന്റെ കരട് തയ്യാറാക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. സമിതിയുടെ ആരംഭത്തിൽ തന്നെ കല്ലുകടി തുടങ്ങിയിരുന്നു. തന്നോട് ആലോചിക്കാതെയാണ് സമിതി അംഗമാക്കിയതെന്ന് സംവിധായകനും ഛായാഗ്രഹകനുമായ രാജീവ് രവി പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിലെ ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ ട്രേഡ് ബോഡികളെ നയരൂപീകരണ സമിതിയുടെ ഭാഗമാക്കിയില്ലെന്ന പരാതിയും പിന്നാലെ ഉയർന്നിരുന്നു. അതേസമയം വിദേശ ഡെലിഗേറ്റുകളെ അടക്കം 350 പേരെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കാനാണ് ആലോചന. ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ ചുമതല അത്രയും നൽകിയിട്ടുള്ളത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD ഷാജി എൻ കരുണിനാണ്. 3 ദിവസം മുതൽ 5 ദിവസം വരെ നീളുന്ന ഷെഡ്യൂളാണ് പ്രാഥമിക പ്ലാനിലുള്ളത്. WCC പങ്കെടുക്കാനിടയില്ല. നയരൂപീകരണത്തിന് മുന്നോടിയായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കൺസൾട്ടൻസിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കൺസൾട്ടൻസിക്ക് 1 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. അതേസമയം സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ വിനയൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു.